ടു മൈ ചാനൽ. സോ അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. സോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരത്തെ എണീച്ചു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് നേരെ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ എന്താ കാട്ടണമെന്ന്. സോ അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. അതിന് മുമ്പ് ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ. അങ്ങനെ അടുക്കളയിൽ ഉമ്മാനെ നോക്കാൻ വന്നപ്പോൾ ഉമ്മ രാവിലെ എണീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പത്തിരി പരത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ കുറച്ച് പത്തിരിയൊക്കെ ഉമ്മ ഇങ്ങനെ പരത്തി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മളിത് ഈദ്ഗാഹിന് പോവാട്ടോ. നമ്മൾ എല്ലാ വർഷവും പോവാറുണ്ട്. അപ്പോൾ രാവിലെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വേഗം എണീച്ച് അങ്ങോട്ട് റെഡി ആയതാണ്. സോ അപ്പോൾ അതാ നമ്മളങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയത്. സോ അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ജസ്റ്റ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതാ. അങ്ങനെ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും വീട്ടിലോട്ട് നടന്നു പോകരുത്. നമ്മുടെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിനായിരുന്നു കേട്ടോ നിസ്കാരം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനും ഉമ്മയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഗൈസ് നമ്മൾ ഈദ്ഗാഹ് കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സോ അപ്പൊ നമുക്ക് പത്തിരിയും ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. സോ ബൈ. പിന്നെ ഇതാ ചായ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിട്ട് ഞാൻ ഈദിനെടുത്ത ഡ്രസ്സ്. അപ്പോൾ ഞാൻ സാധാരണ ഈദിൻ്റെയും കുറച്ച് വർക്കൊക്കെയുള്ള കുറച്ച് ഹെവി വർക്കൊക്കെയുള്ള ഡ്രസ്സാണ് എടുക്കല്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാട്ടോ ഇത്. അപ്പോൾ ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വന്ന് നോക്കിയപ്പോൾ ഉമ്മ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സോ നമ്മളെന്ന് വിചാരിച്ചു റാവുത്തർ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. സാധാരണ നമ്മൾ ഈ തലശ്ശേരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക. സോ അപ്പോൾ ഇപ്രാവശ്യം റാവുത്തർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചത് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ മധുരത്തിനായിട്ട് കുറച്ച് ഐസ്ക്രീം പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. സോ ഇതായിരുന്നു നമ്മുടെ ഈദിൻ്റെ ലഞ്ച് എന്ന് പറയണത്. സോ അപ്പോൾ എന്തായാലും ഞാൻ ലഞ്ചൊക്കെ കഴിച്ചിട്ട് തരാം കേട്ടോ. ലഞ്ച് കഴിച്ചുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഞാൻ കടന്നുറങ്ങി. പിന്നെ നേരെ ഡിന്നർ കഴിക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിന്നർ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് മധുരമൊക്കെ തിന്നാനൊരു ക്രേവിങ്സ് വന്നു. അങ്ങനെ ചോക്കോ ബാറൊക്കെ ഇക്ക വാങ്ങി തന്നു. നമ്മളെ വീട്ടിലിങ്ങനെ ബീഫൊക്കെ ഉണ്ടാക്കി എന്തായാലും പൊറോട്ട നിർബന്ധമാണ്. സോ അപ്പോൾ ഇക്ക ഇങ്ങനെ പൊറോട്ട വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്നും കുറച്ച് പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച് വീഡിയോ എടുക്കണം. പകുതിയിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഓർമ്മ വന്നത്. അങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്താണ്. സോ അപ്പോൾ ഉമ്മാൻ്റെ വകയും ക്യാമറയിൽ കാണിക്കണമൊക്കെ ഉണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, അതും നമ്മൾ കഴിച്ചു. പിന്നെ എനിക്ക് കാര്യമായിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അറിയാലോ നിങ്ങൾക്ക്, ഒരു നോർമൽ ഈദ് ഡേ ആയിരുന്നു. സോ അപ്പോൾ ഇതായിരുന്നു ഒരു കുഞ്ഞ് ഒരു ഈദ് ഡേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.